Hi dears, welcome back to Right Recipes. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. സോസ് ഒന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതുണ്ടാക്കാൻ ആവശ്യമുള്ളൂ, പക്ഷേ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ 1.5 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് 100 ഗ്രാം നൂഡിൽസ് ഇതുപോലെ 4 മുറിച്ച് ചേർക്കുക. അതിനുശേഷം 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് വേവിക്കുക. രണ്ട് മിനിറ്റിന് ശേഷം സ്റ്റവിൽ നിന്ന് മാറ്റിയത് തണുക്കാൻ മാറ്റിവെക്കാം. ഒരു കുക്കിംഗ് ബൗൾ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നീളത്തിലരിഞ്ഞ 2 മീഡിയം സവാള ചേർക്കുക. സവാള നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് 2 മിനിറ്റ് വേവിക്കുക. ഈ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. ഇനി വേവിച്ച നൂഡിൽസ് ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് വേവിച്ച നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഹീറ്റിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആയി പോകണ്ട. ഇതിൻ്റെ ഈ ഒട്ടിപ്പിടിക്കലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് ഗീയും ഉപയോഗിക്കാം കേട്ടോ. ഇനി സവാള വേവിക്കാൻ വെച്ചത് നമുക്ക് തുറന്നൊന്ന് നോക്കാം. സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം. മുട്ട ഒരെണ്ണം കൂടി വേണമെങ്കിൽ ചേർക്കാട്ടെ. ഞാനിപ്പോൾ 2 ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഈ മുട്ടയും ഈ മസാലയും കൂടി നന്നായിട്ട് ചിക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ മുട്ടയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടറിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസിൽ ആവശ്യത്തിന് ഉപ്പുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ചേർത്തിട്ടില്ല. നമ്മൾ ഓൾറെഡി ഈ നൂഡിൽസിന് ഉപ്പുള്ള നൂഡിൽസാണ്. പിന്നെ നമ്മൾ മസാലയിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് പോരെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് തളിച്ച് കൊടുത്തിട്ട് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്യുക. 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ചൂടാക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളകിൻ്റെ ഉള്ളിൽ നിന്ന് അരി കളഞ്ഞിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്, അതൊരു ഡെസേർട്ട് സ്പൂൺ ചേർക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കുക. 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കിയതിന് ശേഷം ഇത് ചൂടോടെ സെർവ് ചെയ്യാം. വളരെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണിത്. സിമ്പിളാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ കൈകളിലുള്ളതൊക്കെ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും വളരെ നല്ല രുചികരമായിട്ടുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. സോസൊക്കെ ഒന്നും ചേർക്കാത്തത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു.